എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം പുറത്ത് ശ്രുതി വന്നിട്ടുണ്ട്. അകത്തോട്ട് വരുമോ എന്ന് പേടിയായിട്ടിരിക്കുകയാണ് ശ്രുതിക്ക്. ദാസാണ് പൈസയും ചോദിച്ചുകൊണ്ട് അകത്ത് തന്നെ നിൽപ്പുണ്ട്. ഏതായാലും പുറത്ത് വെച്ച് സ്റ്റാഫ് തടയുന്നുണ്ട് ശ്രുതിയെ. അകത്തോട്ട് പോകേണ്ട, അകത്ത് ഭയങ്കര തിരക്കായി, ഇപ്പം ചെന്നാൽ ശരിയാകിയല്ല എന്നൊക്കെ പറഞ്ഞ് തടഞ്ഞു നിർത്തിയേക്കുക. അന്നേരം ശ്രുതിയുടെ സൗണ്ട് കേട്ടുകൊണ്ട് ഓടി പുറത്തേക്ക് വരുന്നുണ്ട് മീര, ശ്രുതി തന്നെയാണോ എന്ന് നോക്കാൻ. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ശ്രുതിയോട് പറയും, ശ്രുതിയാ ഇനിയിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. അന്നേരം ദാസ് പറയുന്നുണ്ട്, ഏതായാലും നന്നായി, ഇനിയിപ്പം എനിക്ക് ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയണ്ടല്ലോ, ഞാൻ നേരിട്ട് പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ദാസ് നീ ഇപ്പോൾ പുറത്തേക്ക് പോ, നിനക്ക് ഉള്ള പൈസ ഞാൻ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് തരാം, ഇപ്പോൾ ഒന്ന് പോയെന്ന് പറയും. അന്നേരം മര്യാദയ്ക്ക് 1,00,000 രൂപ തന്നോണം, അല്ലെങ്കിൽ എൻ്റെ രീതികളൊക്കെ മാറും എന്ന് പറഞ്ഞിട്ട് അങ്ങേര് ബാക്ക് വശത്തോടെ അങ്ങ് പുറത്തേക്ക് പോകാൻ തുടങ്ങും കേട്ടോ. അന്തേക്കും ആകെ ടെൻഷനിൽ നിൽക്കുവാണ് ശ്രുതി. ഈ സമയം ഫ്രണ്ടിൽ അവിടുത്തെ സ്റ്റാഫിനോട് തർക്കിച്ചുകൊണ്ട് നിൽപ്പുണ്ട് ശ്രുതി. നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് നിൽക്കുന്ന എൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് എന്നെ തടയാനൊന്നും നോക്കണ്ട, ഞാൻ അകത്തേക്ക് പോകും, ഒരുപാട് ആൾ കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി ഞാൻ തീർപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അന്നേരം അകത്തുനിന്ന് ഇറങ്ങി വരുന്ന ദാസ് ശ്രുതി കാണാതെ മുഖത്തിങ്ങനെ മൊബൈൽ വെച്ചിങ്ങനെ മറച്ചു വെച്ച് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സ്റ്റാഫിന് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ശ്രുതി നേരെ അകത്തേക്ക് കയറി പോകുന്നു. അകത്തേക്ക് വരുന്ന ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇവിടെ നിനക്ക് കസ്റ്റമർ ഉണ്ട്, ഭയങ്കര തിരക്കാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുക. എന്നിട്ട് ശ്രുതി പറയും, അകത്തുണ്ട് കസ്റ്റമർ, ഇങ്ങനെ ഗസ്റ്റ് വന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല, അതുകൊണ്ടാണ് കയറ്റി വിടാതിരുന്നത് എന്ന് പറയും. അന്നേരം ശ്രുതി പറയുകയാണ്, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, എങ്ങനെയെങ്കിലും നീ എനിക്കൊരു 14,00,000 രൂപ ഉണ്ടാക്കി തരാമെന്ന് പറയും. അന്നേരം ശ്രുതി ചോദിക്കും, നിങ്ങളെന്താ ഈ പറയുന്നത്, നിങ്ങളെല്ലാവരും എന്നോട് പൈസ ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കി തരുന്നത്, ഞാൻ പൈസ കായ്ക്കുന്ന വല്ല മരം വല്ലതും ആണോ എന്ന് ചോദിക്കും. അന്നേരം ശ്രുതി പറയും, അങ്ങനെയല്ല, നീ എങ്ങനെയെങ്കിലും നിൻ്റെ അച്ഛനോട് പറഞ്ഞ് ഒരു 14,00,000 രൂപ ശരിയാക്കി താ, എൻ്റെ ജോലിയുടെ ആവശ്യത്തിനല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഇതെന്താ ശ്രുതി, നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ, എൻ്റെ അച്ഛൻ്റെ അവസ്ഥ നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എങ്കിലും നിൻ്റെ ഇളയച്ചനോട് പറ, ഇളയച്ചനോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പരിചയമുള്ള ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു 14,00,000 രൂപ ശരിയാക്കി തരാൻ പറ, എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ വീട്ടാലോ എന്ന് പറയും. അന്നത്തേക്ക് ശ്രുതിക്ക് ദേഷ്യം വരും, ഇതെന്ത് കഷ്ടമോ ഇത്, എന്നെ ശ്രുതി ഇങ്ങനെ ടോർച്ചർ ചെയ്യുവാണ്, എല്ലാവർക്കും പണം മതി, എല്ലാവരും എന്നോട് പണം ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അന്നേരം ശ്രുതി ചോദിക്കും, ഇതെന്താ നീ ഇങ്ങനെ പറയുന്നത്, നിന്നോട് വേറെ ആരാ പൈസ ചോദിച്ചതെന്ന് ചോദിക്കും. അന്നേരമാണ് അബദ്ധം പറ്റിയല്ലോ എന്ന് ശ്രുതിക്ക് തോന്നുന്നത്. അദ്ദേഹം കറക്റ്റ് ടൈമിൽ മീര പറയുവാണ്, അതെ അവളോട് പലരും കടം ചോദിക്കാറുണ്ട്, അതാ അവൾ ഉദ്ദേശിച്ചതെന്ന്. അന്നേരം ശ്രുതി പറയും, അതുപോലെയല്ലല്ലോ ഞാൻ, എനിക്ക് വേണ്ടി എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ചതാ ശ്രുതി എന്ന് പറയുമ്പം ശ്രുതി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ അച്ഛനോട് പൈസ ചോദിക്കാനൊന്നും പറ്റില്ല, ആ അവസ്ഥയിലാണ് അദ്ദേഹം, അതുകൊണ്ട് ശ്രുതി ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പോയി അമ്മയോട് ചോദിക്കുകയെന്ന് പറയും. അന്നേരം ശ്രുതി ചോദിക്കും, അമ്മയോട് ചോദിച്ചില്ല എങ്ങനെയാണ് പൈസ കിട്ടുന്നത് എന്ന്. അന്നേരം ശ്രുതി പറയുവാണ്, അമ്മയുടെ പേരിലല്ല ആ വീട് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ 14,00,000 രൂപ ഈസി ആയിട്ട് കിട്ടും, ശ്രുതി തൽക്കാലം ഇത് അമ്മയോട് പോയി ചോദിക്കുക എന്ന് പറയും. അന്നേരം ശ്രുതി പറയുന്നുണ്ട്, നീ ഇപ്പോൾ ദേഷ്യത്തിലാണെങ്കിലും പറഞ്ഞത് നല്ലൊരു ഐഡിയ, ഞാൻ ഏതായാലും അമ്മയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരും കേട്ടോ ശ്രുതി. അന്നേരം മീര ചോദിക്കുന്നുണ്ട്, ഈ കാര്യം അവിടെ പോയി ശ്രുതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകില്ലേ എന്ന് ചോദിക്കും. അന്നേരം ശ്രുതി പറയുന്നുണ്ട്, എന്ത് പ്രശ്നമായാലും വേണ്ടില്ല, എനിക്കിതെല്ലാം അങ്ങനെ സഹിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഇതും കേട്ടുകൊണ്ട് ശ്രുതി വീട്ടിലോട്ട് വരുവാണ്. ഈ സമയം ഫ്രണ്ട് വശത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു രവി ചോദിക്കും, നീ എന്താണ് ഇത്രയും താമസിച്ചതെന്ന്, രാത്രിയായി തുടങ്ങിയിട്ടോ. അന്നേരം എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, എന്നിട്ട് എങ്ങനെയാണ് ജോലി കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ജോലി കിട്ടിയല്ലോ, അതങ്ങ് കാനഡയിൽ, ആ ജോലിക്ക് ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ, എടാ അത് നോക്കിയിരുന്ന കാര്യങ്ങൾ നടക്കില്ല, നീ ഈ നാട്ടിൽ എന്തെങ്കിലും ജോലി നോക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അച്ഛനിങ്ങ് വന്ന് എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ട്, അച്ഛനും കൂടെ വാ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അന്നേരം കറക്റ്റ് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അകത്തോട്ട് കയറി ചെല്ലുന്നത് ശ്രുതി. അന്നേരം കറക്റ്റ് സച്ചി ഇറങ്ങി വരും. എന്നിട്ട്, എടാ നീ ഇന്നും ഇൻ്റർവ്യൂവിന് പോയതാണോ, ശരിക്കും നിന്നെ ഇൻ്റർവ്യൂവിന് വിടാൻ വേണ്ടി തന്നെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനം വിജയിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക. അന്നേരമാണ് അങ്ങോട്ടേക്ക് ചന്ദ്ര ഇറങ്ങി വന്നെ. അന്നേരം എന്നെ നീ കളിയാക്കുമൊന്നും വേണ്ട, എനിക്ക് അമ്മയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറയും. അന്നേരം സച്ചി ഇടയ്ക്ക് കയറി കളിയാക്കുകയെ. അന്നേരം ചന്ദ്ര പറയുന്നുണ്ട്, നീ ഇങ്ങനെ എന്തിനാ എപ്പോഴും ഇടയ്ക്ക് കയറി ഓരോന്ന് സംസാരിക്കുന്നത്, ഇങ്ങനെ സംസാരിച്ചാണ് ഇവിടുന്ന് വർഷയും ശ്രീകാന്ത് ഇറങ്ങിപ്പോയത് അവരുടെ വീട്ടിൽ, എന്നിട്ടും നിനക്ക് ഇതൊന്നും മനസ്സിലായില്ലേ, രണ്ടും കണക്കാണ് എന്ന് പറയുവാണ് സച്ചിൻ രേവതിയെ നോക്കി. അന്നേരം രേവതി ചോദിക്കുന്നുണ്ട്, ഇതെന്താമേ, എന്ത് പ്രശ്നത്തിൽ എന്നെ പിടിച്ചിരുന്നത്, ഞാൻ എന്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നത്, ശ്രീകാന്തും വർഷയും അവരുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഉണ്ടാക്കിയത് വർഷയുടെ അച്ഛനും അമ്മയും തന്നെയാണ്, അവിടെ വെച്ച് എന്നെ കള്ളിയാക്കി സംസാരിച്ചപ്പോൾ നിങ്ങളാരും എന്നെ സപ്പോർട്ട് ചെയ്തില്ലല്ലോ, അവരുടെ കൂടെ കൂടുകയല്ലേ ചെയ്തത്, പക്ഷേ അങ്ങനെ ചെയ്യാൻ ഇദ്ദേഹത്തിന് പറ്റില്ലാത്തതുകൊണ്ടാണ് അവിടെ കയറി ഇടപെട്ടത്, എന്നിട്ടും ഒരുപാട് ക്ഷമിച്ചു സച്ചിയേട്ടൻ, നിവൃത്തിയില്ലാതെ വന്നപ്പോഴല്ലേ രണ്ട് തല്ലു കൊടുത്തത്, അല്ലാതെ കാലൊന്നും ഒടിച്ചില്ലല്ലോ, നേരത്തെ സ്വഭാവത്തിനാണെങ്കിൽ കാല് രണ്ടും തല്ലി ഒടിക്കേണ്ടതായിരുന്നു എന്ന് രേവതി പറയുക. അന്നേരം ചന്ദ്ര പറയുന്നുണ്ട്, കണ്ടോ ഇവളിങ്ങനെ ഇരികേറ്റി വിടും, അങ്ങനെ ഇരികേറ്റി വിടുമ്പോൾ ഇവൻ വലിയ സംഭവമാണ്, വലിയ നായകനാണ് എന്നൊക്കെ ഇവന് തോന്നും, അങ്ങനെയാണ് ഇവൻ പോയി പലരുടെയും കാല് തല്ലി ഒടിക്കുകയും
കൈ തല്ലുപിടിക്കുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട്, ഞാൻ നായകനും അല്ല വില്ലനും അല്ല, തെറ്റ് കണ്ടാൽ ഞാൻ പ്രതികരിക്കുന്നു. ഇവരുടെ സംഭാഷണം ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ശ്രുതി പറയും, എൻ്റെ പൊന്നെടാ നീ ഇപ്പോൾ കാല് തല്ലുപിടിക്കാനൊന്നും പോകണ്ട, ഞാൻ എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ എന്ന്. അന്നേരം രവി പറയും, എന്തായാലും അവനൊരു കാര്യം സംസാരിക്കാൻ വന്നല്ലേ, അവൻ സംസാരിക്കട്ടെ എന്ന് പറയും. അന്നേരം വീണ്ടും ശ്രുതി പറയുവാണ്, അതെ എനിക്ക് ആ കാനഡയിലെ ജോലിക്ക് തന്നെ പോകണം, അതാകുമ്പോൾ നല്ല സാലറി കിട്ടും, അതുകൊണ്ട് എനിക്ക് ആ ജോലിക്ക് പോകാൻ അമ്മ എന്നെ സഹായിക്കണമെന്ന്. അന്നേരം രവി ചോദിക്കും, അമ്മ സഹായിക്കാനോ, അതെങ്ങനെ അമ്മ സഹായിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഇങ്ങനെ അന്തിച്ച് നിൽക്കുവാണ് ചന്ദ്രൻ. അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട്, എടാ നിൻ്റെ ചോദ്യം കേട്ടാൽ അമ്മയ്ക്ക് സ്വന്തമായിട്ട് ബാങ്ക് ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ വല്ല എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ശ്രുതി പറയുവാണ്, അതൊന്നുമല്ല, അമ്മയുടെ പേരിലല്ലേ ഈ വീട് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് 14 ലക്ഷം രൂപ കിട്ടുമെന്ന് പറയുന്നത് ഇങ്ങനെ അന്തിച്ച് നിൽക്കും കേട്ടോ ചന്ദ്ര. അന്നേരം രവി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നത്, ഇവളുടെ സ്വർണം വീണ്ടെടുക്കാനും ഇവനൊരു കാറ് മേടിക്കാനും വേണ്ടി ഞാൻ ഈ വീടിൻ്റെ ആധാരം പണയം വെച്ച കാര്യം നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം ശ്രുതി പറയുന്നുണ്ട്, ഈ വീടിൻ്റെ വാല്യൂ വളരെ വലുതാണ്, അതുകൊണ്ട് ഈ വീടിനകത്ത് നമുക്ക് ആ ലോൺ ഒന്നുകൂടി ഒന്ന് ടോപ്പപ്പ് ചെയ്തെടുക്കാം, ഈസി ആയിട്ട് 14 ലക്ഷം രൂപ കിട്ടുമെന്ന് പറയും. എന്നിട്ട് പ്ലീസ് അമ്മേ എന്ന് പറഞ്ഞ് ചന്ദ്രയുടെ കയ്യെ പിടിച്ചിങ്ങനെ കെഞ്ചിക്കൊണ്ട് നിൽക്കുവാണേ. ആ സമയത്താണ് ശ്രുതി കയറി വന്നെ. എന്നിട്ട് ശ്രുതി ചോദിക്കും, ഇതെന്താ ഇവിടെ സീരിയസ് ആയിട്ട് എന്തോ സംസാരിക്കുവാന്ന് തോന്നുന്നല്ലോ എന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട്, സീരിയസ് ഒന്നുമല്ല, നിൻ്റെ കെട്ടിയവൻ കോമഡി പറയുവാണ്, അവന് ഈ വീട് പണയം വെച്ച് 14 ലക്ഷം രൂപ എടുക്കണമെന്ന്, അത് അവൻ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയും. അന്നേരം ശ്രുതി പറയുവാണ്, ഇത് അവളോട് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, ഈ ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത് ഇവള് തന്നെയാണെന്ന് പറയുവാണേ. അന്നേരം രവിയുടെയും സച്ചിയുടെയും ഒക്കെ മുഖം അങ്ങ് മാറും. അന്നേരം ആകെ പെട്ടുപോയല്ലോ എന്നൊരവസ്ഥയിൽ നിൽക്കുക കേട്ടോ ശ്രുതി. അതോടെ കേൾക്കുന്ന ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരും. അന്നേരം ശ്രുതി പറയുന്നുണ്ട്, അതല്ല, ഇങ്ങനൊരു ആവശ്യം ശ്രുതി എന്നോട് പറഞ്ഞപ്പം ഞാൻ ഇങ്ങനെയൊരു മാർഗം കൂടി ഉണ്ട് എന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ എന്ന് പറയും. അന്നേക്ക് ശ്രുതി വീണ്ടും, അമ്മ ഒന്ന് സഹായിക്കുമേ, അമ്മ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാനഡയിൽ പോകാൻ പറ്റുമെന്ന് പറയുവാണ്. അന്നേരം ദേഷ്യം വരുന്നുണ്ട് ചന്ദ്രയ്ക്ക്. ചന്ദ്ര ആ കൈ അങ്ങ് വിടിയിപ്പിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഞാനിനി ഈ വീടും കൂടി തന്നെ അല്ലേ, എനിക്ക് ആകെപ്പാടെ ഉള്ളത് ഈ വീട് മാത്രമാണ്, ഇതുകൂടെ നിനക്ക് തന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം, പ്ലാറ്റ്ഫോമിൽ പോയി കിടക്കണം, അതുകൊണ്ട് ഈ വീടിനെ തൊട്ട് ഞാൻ കളിക്കുകയില്ല, ഈ വീട് വെച്ച് ഇനി 1 രൂപ പോലും ലോൺ എടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല എന്ന് പറയും. എന്നിട്ട് കുറേ വഴക്ക് പറയുന്നുണ്ട് സുധിയനെ, നിന്നെ ഇതിനു മുമ്പ് പല കാര്യങ്ങൾക്കും ഞാൻ സപ്പോർട്ട് ചെയ്തു, ഇനി അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുകയില്ല, കാനഡയ്ക്ക് തന്നെ പോകണം എന്ന് എന്താ ഇത്ര നിർബന്ധം, നിനക്ക് ഈ നാട്ടിൽ എന്തെങ്കിലും ജോലി എടുത്ത് ജീവിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുക. അന്തെങ്കിലും സുധിയുടെ മുഖം അങ്ങ് മങ്ങുവേ. അന്നേരം സച്ചി രേവതിയോട് പറയും, നീ എന്നെ ഒന്ന് നുള്ളിക്ക്, ഇത് സ്വപ്നമാണോ എന്നൊന്ന് നോക്കട്ടെ എന്ന്. അന്നേരം രേവതി നല്ലൊരു നുള്ളി വെച്ച് കൊടുക്കും. അന്നേരം അയ്യോ വേദനിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാം, ഏതായാലും സ്വപ്നമല്ല, ഏതായാലും അമ്മ ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ ഓർത്തേ ഇല്ല എന്ന് പറയും കേട്ടോ. അന്നേരം രവിയും പറയുന്നുണ്ട്, ചന്ദ്രൻ നീ ഈ രീതിയിൽ അവനോട് പ്രതികരിക്കുമെന്ന് ഞാൻ കരുതിയില്ല, ഏതായാലും ഈ രീതിയിൽ തന്നെ നീ പ്രതികരിക്കണമായിരുന്നു, ഇങ്ങനെയൊക്കെ പണ്ടേ ചെയ്യുമായിരുന്നു, ഇവൻ പണ്ടേ നന്നായേനെ എന്നൊക്കെ പറയുവാണേ. അന്നേരം വീണ്ടും ശ്രുതി ചോദിക്കുക, അമ്മ എങ്ങനെയെങ്കിലും ഒരു 14 ലക്ഷം രൂപ അമ്മ വിചാരിച്ചാൽ നടക്കുമെന്ന് പറഞ്ഞിങ്ങനെ നിർബന്ധിക്കുക. അന്നത്തേക്കും ശ്രുതിയുടെ ഒരു ആഗ്രഹമല്ലേ ആൻറ്റി, ഒന്ന് സാധിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും, ഓഹോ ആഗ്രഹമാണോ, അത് സാധിച്ചു കൊടുക്കണോ, എങ്കിലേ നീ നിൻ്റെ അച്ഛനോട് പറഞ്ഞങ്ങ് സാധിച്ചു കൊടുക്കുക എന്ന് പറയും. അന്നേരം ശ്രുതി, എൻ്റെ അച്ഛൻ ജയിലിലാണ് എന്നുള്ള കാര്യം ആൻറ്റിക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുമ്പം ചന്ദ്രൻ പറയുന്നുണ്ട്, ജയിലിൽ നിന്ന് ഇറങ്ങുമല്ലോ, അന്നേരം അങ്ങ് സാധിച്ചു കൊടുത്താൽ മതി എന്ന് പറയും. അന്നേരം ശ്രുതി പിന്നെയും വന്ന്, അമ്മ പ്ലീസ് അമ്മയെന്ന് പറയുമ്പം, ഇല്ല, ഈ വീട് വെച്ച് ഇനി 1 രൂപ പോലും ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെ പറയുവാണ്. അന്നേരം രവി പറയുന്നുണ്ട്, ഏതായാലും നന്നായി, ഈ രീതിയിൽ തന്നെ നീ പ്രതികരിച്ചിരുന്നുവെങ്കിൽ, ഇത്രയും നാളും പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഇവൻ പണ്ടേ നന്നായേനെ, ഇന്ന് എന്തെങ്കിലും ജോലി എടുത്ത് അവൻ ജീവിച്ചേനെ, അത് നീ ചെയ്യാതിരുന്നുകൊണ്ടാണ് അവൻ ഇപ്പോൾ ഈ അവസ്ഥയിലൂടെ വന്ന് നിൽക്കുന്നത് എന്ന് പറയുവാണേ. അദ്ദേഹം ശ്രുതിക്കൊക്കെ ആകെ വിഷമാകും. അന്നേരം ശ്രുതി ഇങ്ങനെ വിഷമിച്ച്, അമ്മേ പ്ലീസ് അമ്മയെന്ന് പറയുമ്പോൾ, നീ മിണ്ടി പോകരുത്, ഈ കാര്യം നീ ഇനി എന്നോട് സംസാരിക്കാൻ വേണ്ട, ഒരു 100 രൂപ പോലും ഞാൻ നിനക്ക് തരികയില്ല എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പം ആകെ വിഷമിച്ച് നിൽക്കുവാണ് ശ്രുതി. അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.